സിൽവർ ലൈനിനായി വീണ്ടും കേരളം. ബജറ്റ് സമ്മേളനത്തിൽ ആവശ്യമുന്നയിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിലവിലെ ഗതാഗത സംവിധാനം അപര്യാപ്തമെന്നും അർദ്ധ അതിവേഗ പാത അത്യാവശ്യമെന്നും മന്ത്രി. 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്നും ആവശ്യം. ജാതി സംവരണം അവസാനിപ്പിക്കണമെന്ന് NSS. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ജാതി സംവരണം വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന് ജി. സുകുമാരൻ നായർ. എല്ലാവരെയും സമന്മാരായി കാണുന്ന ബദൽ സംവിധാനം വേണമെന്നും NSS. ബജറ്റ് സമ്മേളനത്തിനിടെ സുകുമാരൻ നായർ. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പ്രശ്നങ്ങൾക്ക് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താനെന്ന് ബാലകൃഷ്ണ പെരിയ. പെരിയ കേസിൽ ഉണ്ണിത്താൻ നയാ പൈസ ചിലവാക്കിയിട്ടില്ലെന്നും പ്രതികരണം. കോൺഗ്രസ് നടപടിക്ക് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഗുരുതര ആരോപണവുമായി ബാലകൃഷ്ണ പെരിയ. കാസർഗോഡിനെ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി. ഉണ്ണിത്താൻ എന്നും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. MP പദ്ധതിയായ ഹൈമാക്സ് ഇടപാടിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്നും ആരോപണം. വളാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് പീടികപ്പടി സ്വദേശികളായ 3 പേർ. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്തത് ഈ മാസം 16-ന്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ പുതിയ നിയമവുമായി കേന്ദ്ര സർക്കാർ. ഫെബ്രുവരിയിൽ പാസാക്കിയ കർശന നിയമം പ്രാബല്യത്തിൽ. കുറ്റക്കാരന് കുറഞ്ഞത് 3 വർഷം തടവ്. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുക 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി രൂപ പിഴയും. എറണാകുളം KSRTC സ്റ്റാൻഡിന്റെ ദുരവസ്ഥയ്ക്ക് അറുതിയോ? ഹൗസ് കീപ്പിംഗ് വിംഗ് തുടങ്ങുമെന്ന് സ്റ്റാൻഡ് സന്ദർശിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്നും വെള്ളം കയറുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കുമെന്നും വാഗ്ദാനം. ബസ് സ്റ്റേഷന്റെ ടോയ്ലറ്റുകളും മറ്റു സ്ഥലവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിനകത്ത് ചലന്തി ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഞങ്ങൾ ഒരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കുന്നുണ്ട്. എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും TP കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. പിന്നിൽ ഗൂഢാലോചനയെന്ന് KK രമ MLA. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെ അല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് VD സതീശൻ. സൂപ്രണ്ടിന് ആശയക്കുഴപ്പമെന്നും പ്രതികളെ വിട്ടയക്കില്ലെന്നും ജയിൽ മേധാവി. തിരുവനന്തപുരം വെള്ളറടയിലെ 13-കാരന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. തൂങ്ങി മരണമെന്ന് പ്രാഥമിക നിഗമനമെന്ന് പോലീസ്. കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലല്ലെന്നും പ്രഥമ ദൃഷ്ടിയാ തെളിവില്ലെന്നും പോലീസ്. ഇടമലയാർ കനാൽ അഴിമതി കേസിൽ ശിക്ഷ വിധിച്ച് തൃശൂർ വിജിലൻസ് കോടതി. 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. വയനാട്ടിലും കാസർഗോട്ടും KSUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. പ്രതിഷേധം തിങ്കളാഴ്ച +1 ക്ലാസ് ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ.
യൂറോ കപ്പിൽ രണ്ടാം ജയം തേടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങും. തുർക്കിക്കെതിരായ മത്സരം രാത്രി 9:30. നോക്കൌട്ട് ലക്ഷ്യമിട്ട് പോർച്ചുഗൽ. ബെൽജിയത്തിന് ഇന്ന് റൊമാനിയയും ജോർജിയയ്ക്ക് ചെക്ക് റിപ്പബ്ലിക്കും എതിരാളികൾ.